നമസ്കാരം. ഒരു ആൺകുഞ്ഞിന് വേണ്ടി ഇംഗ്ലണ്ടിൽ 1530 കാലഘട്ടങ്ങളിൽ അന്നത്തെ രാജാവായിരുന്ന ഹെൻറി എട്ടാമൻ നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മതവിഭാഗമായ കണക്കുകൾ വെച്ച് നോക്കിയാൽ 230 കോടിയിലധികം വരുന്ന ജനങ്ങൾ പിന്തുടരുന്ന ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ 120 കോടിയിലധികം വരുന്ന ആളുകൾ പിന്തുടരുന്ന കാത്തലിക് സഭയുടെ അവരുടെ ഇംഗ്ലണ്ടിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ചരിത്ര സത്യങ്ങളെ വിളിച്ചോതിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു ചർച്ചിനെ പരിചയപ്പെടുത്താം. വിഷയം വളരെ വലുതാണ്, പക്ഷെ കഴിയുന്നത് പോലെ ചുരുക്കി തന്നെ പറയാം. വർഷം 1509 കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമൻ തന്റെ ആദ്യ ഭാര്യയും സ്പെയിനിലെ രാജകുമാരിയുമായിരുന്ന കാതറിൻ ഓഫ് ആരഗൺ എന്ന സ്ത്രീയിൽ നിന്നും തനിക്കൊരു ആൺകുഞ്ഞിനെ കിട്ടുന്നില്ല എന്ന കാരണം കാണിച്ചുകൊണ്ട് അന്ന് വത്തിക്കാനിൽ 219ാമത്തെ പോപ്പായിരുന്ന പോപ്പ് ക്ലമന്റിനോട് തന്റെ വിവാഹം റദ്ദാക്കൽ നടപടികൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അക്കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ചിരുന്നത് ക്രിസ്ത്യൻ മതവിഭാഗവും കാത്തലിക് സഭയിലുമായിരുന്നു. എന്നിരുന്നിട്ട് കൂടി പോപ്പ് രാജാവിന്റെ ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അത് രാജാവിനെ വളരെയധികം ദേഷ്യത്തിലാക്കുകയും അത് കൊണ്ടെത്തിച്ചത് വളരെയധികം പ്രശ്നങ്ങളിലേക്കുമായിരുന്നു. ഇനി നമ്മുടെ ചർച്ചിലേക്ക് വരാം. പഴയ കാലഘട്ടങ്ങളിൽ മഠങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവയായിരുന്നു ഒട്ടനവധി ചർച്ചുകളും. അതിനുള്ളിൽ തന്നെ സ്കൂള്, ആശുപത്രി, താമസ സൗകര്യങ്ങള്, ഭക്ഷണ സൗകര്യങ്ങള്, ഇതിനോടൊപ്പം എല്ലാം ചേർന്ന് മതവിശ്വാസങ്ങളും കൈകാര്യം ചെയ്തിരുന്നവയായിരുന്നു അക്കാലഘട്ടങ്ങളിലെ ചർച്ചുകൾ. ചുരുക്കി പറഞ്ഞാൽ മതവിശ്വാസത്തിനും അപ്പുറം ആതുര സേവന രംഗവും സ്കൂളിംഗ് സമ്പ്രദായവും എല്ലാം ഇത്തരത്തിലുള്ള മഠങ്ങളായിരുന്നു നടത്തി വന്നിരുന്നത്. അതിനാൽ തന്നെ വളരെയധികം വരുന്ന ഭൂസ്വത്തുക്കളും ആഭരണങ്ങളും അങ്ങനെ പലതരത്തിലുള്ള സമ്പത്തിനാൽ സമൃദ്ധമായിരുന്നു ഓരോ മഠവും. ഞാൻ ഇന്നീ പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിൽ പ്രവർത്തിക്കുന്ന ഒരു പാരിഷ് ചർച്ചാണിപ്പോൾ. ഇന്നീ കാണുന്നതിനേക്കാൾ 3 ഇരട്ടി വലിപ്പമായിരുന്നു ഇതിന്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഇതിനുണ്ടായിരുന്നത്. പോപ്പുമായി രാജാവിനുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം രാജാവ് ഇംഗ്ലണ്ടിൽ കാത്തലിക് സഭയെ നിരോധിക്കുകയും കാത്തലിക് സഭയുടെ കീഴിൽ വരുന്ന മഠങ്ങളിലെ സമ്പത്തുകളും സ്വത്തും എല്ലാം രാജാവിന് കീഴിലേക്ക് നേരിട്ട് മാറ്റുകയും പിന്നീട് രാജാവ് തന്നെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന പുതിയൊരു സഭയെന്നോണം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് താമസ സൗകര്യങ്ങൾക്കും ഹോസ്പിറ്റലുകളായിട്ടും സ്കൂളുകളുമായിട്ടും എല്ലാം പ്രവർത്തിച്ചിരുന്ന ഭാഗങ്ങളെല്ലാം പൊളിച്ചു നീക്കിയതിനു ശേഷവും ഇതിന്റെ മെയിൻ ഭാഗം മാത്രം ചർച്ചായിട്ട് നിലനിർത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ഹെൻറി എട്ടാമൻ 6ഓളം വിവാഹങ്ങൾ കഴിക്കുകയും അതിൽ നിന്നും ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചെങ്കിലും ആ കുഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ മരണമടയുകയും ചെയ്തിരുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഇന്ന് കാണുന്ന പല കാര്യങ്ങളുടെയും ചരിത്ര വിശദീകരണങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി തിരിച്ചാൽ ഇതുപോലെയുള്ള വികൃതമായ ചില ചരിത്ര മുഖങ്ങളെ നമുക്ക് കാണുവാനാകും. മറ്റൊരവസരത്തിൽ വീണ്ടും എത്താം. നന്ദി.